ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കുറേ വീഡിയോയിൽ ഞാൻ കണ്ട് നല്ലതാണെന്നുള്ളൊരു അഭിപ്രായം കണ്ടിട്ടാണ് ഞാനിത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആദ്യമായിട്ട് ഉണ്ടാക്കുവാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഉഴുന്ന് കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെക്കണം. എന്നിട്ട് നമ്മൾ കടായി ഗ്യാസ് ഓൺ ചെയ്ത് അതിനകത്തോട്ട് വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം. കുറച്ച് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു തുള്ളി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഉഴുന്നും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ആ വെള്ളം ഒന്ന് ഡ്രൈ ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. വെള്ളം ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ അതിൻ്റെ തണ്ട് കളഞ്ഞിട്ട് വറ്റൽമുളകും കൂടെ ഒരു 5 എണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി അത് നമുക്ക് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ആ പാത്രത്തിലോട്ട് തന്നെ വേണം നമ്മൾ തേങ്ങ ഇട്ട് വറുത്ത് കൊടുക്കാനായിട്ട്. പക്ഷേ എനിക്കിവിടെ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ അറിയാതെ ഈ ഉഴുന്നിനകത്തേക്ക് തന്നെ ഞാൻ തേങ്ങ ഇട്ട് പോയി. പക്ഷേ ഇട്ടിട്ട് ഞാൻ വിചാരിച്ചു ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് വറുത്ത് എടുത്താലും പിന്നെ മിക്സ് ചെയ്യാനുള്ളതില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ആയിക്കോട്ടെ, എന്തായാലും മിക്സായി കിട്ടാനുള്ളതില്ല അവസാനം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു രണ്ടും കൂടി ഒരുമിച്ച് മൂപ്പിച്ചിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഉപ്പും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ അത് ഈ ഒരു പരുവാക്കി ആയപ്പോഴത്തേക്കും ഞാൻ ഒന്ന് പൊടിച്ചെടുത്തു. പക്ഷേ പൊടിച്ചപ്പോഴത്തേക്കും എനിക്ക് അരഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി കണക്കാണ് എനിക്ക് കിട്ടിയത്. കാരണം നമ്മുടെ തേങ്ങയ്ക്ക് അതിന്നൊക്കെയുള്ള എണ്ണ ഇറങ്ങിയിട്ട് അതൊരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് വൈസ് നല്ലതായിരുന്നു. പക്ഷെ പൊടിയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നേനെ. പക്ഷേ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വേണം. തേങ്ങയും ഉഴുന്നും സെപ്പറേറ്റ് ആയിട്ട് മൂപ്പിച്ചിട്ട് ഉപ്പിട്ടിട്ട് പൊടിച്ചെടുക്കണം. എന്നിട്ട് ഓയിൽ മിക്സ് ചെയ്തിട്ട് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാം. ചമ്മന്തിയും സാമ്പാറും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മൂന്നും കൂടെ കഴിക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.